ദൈവമേ ഭക്തവത്സല ദൈവമേ നിനക്ക് പാവനം ഞങ്ങളിൽ ചൊരിയണമേ. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങും നിൻ കരവൈഭവം. ഇരുളുമ്പോൾ പോലും തേജോളങ്ങൾ നിന്നിടലിൽ തുമ്പിൽ തിരിയുന്നു. ബുദ്ധിയും സർവശക്തിയും മഞ്ഞിൽ മധ്യനേകിയ ദൈവമേ, വിജ്ഞാനത്തിൻ പ്രതീകമേ, നല്ല ബുദ്ധി ഞങ്ങൾ ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിനക്ക് പാവനം ഞങ്ങളിൽ ചൊരിയണമേ. പഠിച്ച 16 സുഹൃത്തുക്കൾ ഇതുവരെ നമ്മളിൽ നിന്ന് വിടവന്ന് പോയിട്ടുണ്ട്. 6 അധ്യാപകരും വിടവന്നിട്ടുണ്ട്. അപ്പൊ അവരെ അനുസ്മരിക്കാതെ നമുക്ക് ഈ യോഗം തുടരാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്കായി ഒരു നിമിഷം മൗനപ്രാർത്ഥനയ്ക്കായി എല്ലാവരും എഴുതിയിട്ടുള്ളതാണ്. നവംബറിലാണ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ രൂപം കൊണ്ടത്. ഏകദേശം 1 മാസം കൊണ്ട് തന്നെ ഒരു ഗെറ്റ് ടുഗദർ നമ്മൾ വിദ്യാർത്ഥികൾ മാത്രമായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചു. നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു ആ പരിപാടിക്ക്. അപ്പൊ ഈ 2 കോവിഡിന്റെ വർഷക്കാലത്തും നല്ല രീതിയിലുള്ള പരിപാടി നടത്താൻ നമുക്ക് സാധിച്ചു. പക്ഷെ ഇത്തവണ കോവിഡിൽ നിന്നെല്ലാം ഒഴിഞ്ഞു അങ്ങനെ വന്നൊരാശയമാണ് അധ്യാപകരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പരിപാടിയെ കുറിച്ച്. അങ്ങനെ വന്നപ്പോൾ നമ്മളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒക്കെ കരുത്തും തണലും ഒക്കെ ആയിട്ടുള്ള 13 അധ്യാപകരാണ് നമ്മൾ ക്ഷണിച്ചത്. അധ്യാപകൻ എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ 12 അധ്യാപകർ നമ്മൾ ഈ വേദിയിലുണ്ട്, ചടങ്ങിനുണ്ട്. അപ്പോ അവരെ കൂടെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടെയാണ് ഇത്. ഉദ്ഘാടകനായ വ്യക്തിയെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ഈ സ്കൂള് ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി സ്കൂൾ ആയപ്പോൾ അതിന്റെ പ്രഥമ പ്രിൻസിപ്പൾ ആയിരുന്ന വ്യക്തി നമ്മുടെ അധ്യാപകൻ തന്നെയായിരുന്നു. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകൻ തന്നെയാണ് ഇവിടുത്തെ ഹയർ സെക്കൻഡറി വന്നപ്പോഴും പ്രിൻസിപ്പൾ ആയത്. സാറ് ആണ് ഇവിടുത്തെ ആദ്യത്തെ പ്രിൻസിപ്പൾ ഹയർ സെക്കൻഡറി എന്നുള്ള നിലയിൽ നമ്മുടെ സ്കൂളിൽ തന്നെ. വില്ലിമന്ത്രി സാറിനെ, ഉദ്ഘാടകനായ വില്ലിമന്ത്രി സാറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യും. വേണ്ട എല്ലാ പ്രോത്സാഹനവും തരികയും സ്കൂളിലെ ഇത്രയും കാര്യങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്ത നമ്മുടെ സുരേഷ് സാറിനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് നമ്മൾ ഈ ചടങ്ങിൽ തിരഞ്ഞെടുത്തിരിക്കുന്നതും നമ്മളുടെ തന്നെ സഹപാഠിയും ഈ പരിപാടിക്കെല്ലാം നമ്മളൊപ്പം മുമ്പിൽ നിൽക്കുകയും ചെയ്ത നമ്മളുടെ ഓളിനോളായിരുന്ന നമ്മുടെ സുബിരാജിനെയാണ്. സുബിരാജിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഏറ്റവും മുതിർന്ന ഹിന്ദി അധ്യാപകൻ, ഒരു മുണ്ടും ഒരു ഷർട്ടും ഒരു തലപ്പത്തോട്ട് വലിച്ചു കെട്ടി ഒരു പേപ്പറും ഒരു മാഗസിനും ഒക്കെ വെച്ച് വരുന്ന നമ്മളുടെ ബഹുമാന്യനായ ആരാധ്യനായ സ്വപ്നോ സാറിനെ ഈ ചടങ്ങിലേക്ക് അടിക്കുന്നതിൽ ഒരു പ്രത്യേക ഒരു ചോദിച്ചത് നമ്മുടെ ബഹുമാന്യനായ ബാബുലേൻ സാറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുറുക്കാനൊക്കെ ചോദിച്ച് നല്ല ഭംഗിയായിട്ട് ചിരിച്ച് വളരെ പ്ലസന്റ് ആയിട്ട് ക്ലാസ് എടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മളുടെ പ്രിയങ്കരനായ കുരികേശൻ സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. ക്ലാസ്സിൽ ഫസ്റ്റിലെ വന്ന് കയറുമ്പോൾ 5ാം ക്ലാസ് ആയാലും 8ാം ക്ലാസ് ആയാലും നോട്ട്ബുക്ക് എടുക്കുക, അക്ഷരം എഴുതുക എന്ന് പറഞ്ഞ് ബഹളം വെച്ച് തുടങ്ങി. പിന്നീട് ഒരു സുഹൃത്തിനെ പോലെ പെരുമാറുകയും സുഹൃത്തുക്കളെ പോലെ നമ്മളെ കാണുകയൊക്കെ ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ എം വർഗീസ് സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു.
ഞങ്ങളുടെ കൂട്ടത്തിലെ ഒട്ടുമിക്ക അധ്യാപകരും മുണ്ടും വെള്ള ഷർട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിൽ പാൻറ്റൊക്കെ ധരിച്ചു വരുന്ന കുറച്ച് അധ്യാപകരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ ഓർക്കുന്നില്ല, ഒരു സ്കൂട്ടറാണോ എസ് ഡി ആണോ അറിയാൻ വയ്യ. അല്ല, എസ് ഡി ആണെന്ന് തോന്നുന്നു. അല്ല, ആ സാറല്ല, ഞാൻ പറഞ്ഞു വരുന്ന കേക്ക്. അപ്പോ ഇപ്പോഴും ചുരുക്കോടുകൂടി തന്നെ 77-78 വയസ്സായെന്നാണ് സാർ പറയുന്നത്. ചുരുക്കോടുകൂടി തന്നെ അന്നത്തെ കണക്ക് തന്നെ ഉഷാറായിട്ട് നിന്ന് കെമിസ്ട്രി അധ്യാപകനായിരുന്ന നമ്മുടെ ശ്രീ ബാബു ജോസഫ് സാറിനെ ഈ ചടങ്ങിലേക്ക് പഠിപ്പിക്കുക എന്നുള്ളതിനകത്ത് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രം ആയിരുന്നു ഞാൻ ഈ പറയാൻ പോകുന്ന സാറിന്റെ ഒരു പ്രത്യേകത. കൃത്യമായ പഠിത്തം മാത്രം, അത് അധികം ഒന്നും സാറിനാകുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ ജോസഫ് ദുബായ് സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷും കണക്കും ഫിസിക്സും കെമിസ്ട്രിയും ഒരു എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്ത് നമ്മളെ പഠിപ്പിക്കുകയും ഒരു ഇച്ചിരി വലിയൊരു വടിയൊക്കെ ഉണ്ട് സാറിന്റെ കയ്യിൽ. വടിയാണോന്ന് അറിയില്ലത്. അത്തരത്തിലൊരു സംഭവം, അതാണ് ആ കൂടെ ഒരു സംഭവമായിട്ട് ഇല്ല, സാറിന് അടി കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിരുന്ന, ഇപ്പോഴും അന്ന് എങ്ങനെ കിട്ടുന്നു ഇന്നും അതേ കണക്കിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജോൺ ഡോമക്ഷ സാറിനെ ഈ ചടങ്ങിൽ എന്റെ പ്രിയങ്കരനായ അധ്യാപകൻ ശ്രീ അൽഫോൺസ് സാറിനെ ചടങ്ങിൽ പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മുമ്പിൽ ഒരു ഡെസ്ക്, അല്ല ഒരു ടേബിളും ഒരു കസേരയും കാണും. പക്ഷെ അധ്യാപകർ അധികം അങ്ങനെ ഇരിക്കാറില്ല അതിനകത്തുനിന്ന്. പക്ഷെ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ടേബിളിന്റെ പുറത്ത് കയറിയിരിക്കും. എന്നിട്ട് ഒരു 15 മിനിറ്റ് ജനറൽ ടോപ്പിക്കുകളെ കുറിച്ച് സംസാരിക്കും. അന്നൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാവുമായിരുന്നു. സാർ ഇന്നും അതിനൊക്കെ തന്നെയാണ്. അത്തരം വിഷയങ്ങളിൽ വളരെ താല്പര്യമുള്ള കൂട്ടത്തിലാണ് സാർ. അത് സംസാരിക്കും, അതിനെക്കുറിച്ച് എല്ലാ കാര്യമായിട്ടെല്ലാം സംസാരിച്ചതിന് ശേഷം പിന്നീട് ക്ലാസ് എടുക്കും. നല്ല സൂപ്പർ ക്ലാസ് എടുക്കും. പീരിയോഡിക് ടേബിളൊക്കെ എന്തുവാണെന്നുള്ളത് ഒരു ചെറിയ നുണുക്ക് വഴിയിലൂടെ പഠിപ്പിച്ചു തന്നിരുന്ന നമ്മുടെ ഈ സ്കൂളിന്റെ തന്നെ പ്രഥമ പ്രിൻസിപ്പൾ വരുന്ന വില്യം സാറിനെ ഈ ചടങ്ങിലേക്ക് അടുത്തതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന, നിങ്ങൾ പറഞ്ഞ ബുള്ളറ്റിൽ വരുന്ന സാറ്. ഇത്ര ഒരു പരിപാടി പ്ലാൻ ചെയ്തപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് ആരാണെന്ന് ഓർക്കുന്നില്ല, സാറിനെ കുറിച്ച് ഒരു പരാമർശം ഉണ്ടായിരുന്നു. ചോദിച്ചു വരുമോ എന്നൊക്കെ. അങ്ങനെയാണ് സാറിനെ കുറിച്ച് ഒരു ഇതായത്. അങ്ങനെ ഞാൻ ആൻഡി റോബിൻ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് സാറിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയതും. സാർ ഇപ്പോഴും ഇന്നും എല്ലാവരും വന്നപ്പോഴും അത് കണക്ക് തന്നെയാണ്. ആ ഒരു വേഷവും ആ ഒരു സ്റ്റൈലിലും ഒക്കെയാണ് സാറിന് എല്ലാവരും കൂടെ കിട്ടിയത്. സാറിന്റെ ബുള്ളറ്റ് ഇപ്പോഴും ഉണ്ട്. അത് പക്ഷെ അത് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ മുടക്കുണ്ടാകും സാർ പറഞ്ഞു. ഇപ്പൊ കാറിലാണ് ഇപ്പൊ സാറ് യാത്ര. പിന്നെ ആക്റ്റീവാ നമ്മുടെ പ്രിയങ്കരനായ സാറിനെ, പേര് പറയുന്നില്ല, വീഡിയോ സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം. അടുത്തത് ഒരു വിദ്യാർത്ഥി പുരുഷ ബന്ധം എന്നതിനപ്പുറം വിദ്യാർത്ഥി സുഹൃത്ത് ബന്ധം എന്ന് പറയുന്ന ഒരു അധ്യാപകൻ. അങ്ങനെ ഒരു അധ്യാപകൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് നമുക്ക് വന്നത്. അന്ന് മുതലേ അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരുപാടൊന്നും പറയാനില്ല, പറയാൻ ഒരുപാടുള്ള സാറാണ്. സാറിനെ ഈ ചടങ്ങിലേക്ക് ആർദ്രമായി സ്വാഗതം. ഓരോരുത്തരുടെയും പങ്കാളിത്തം വളരെ വളരെ അത്യാവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കി ഇന്ന് ഈ ചടങ്ങിലൂടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, 92 ബാച്ചിലെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്കൂളിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം സ്വാഗതം ചെയ്തുകൊള്ളും. അധ്യക്ഷ പ്രസംഗം ഒരു ചടങ്ങായി മാത്രം ചുരുക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന 60ഓളം പേർക്ക് ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത 10 ദിനങ്ങളിൽ ഒന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇത്രയും മനോഹരമായ ഒരു അനുഭവം ഈ 47ാമത്തെ വയസ്സിൽ
ഇനി ഒരിക്കലും അത് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സുഹൃത്തുക്കളെ. പക്ഷെ ഇന്ന് ഈ ദിനം 210ഓളം പേർ ഉള്ള നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും നമുക്ക് 60 പേർക്കാണ് ആ ഭാഗ്യം ലഭിച്ചത്. ജഗദീശ്വരൻ ആ ഭാഗ്യം നമുക്കാണ് തന്നത്. ഇത്രയും ധന്യമായ മനോഹരമായ ഒരു സദസ്സിൽ നമുക്കിരിക്കാൻ ഈശ്വരൻ ഒരു അവസരം തന്നിരിക്കുകയാണ്. അതിന് ജഗദീശനോട് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വായിച്ചൊരു 2 വരികൾ ഓർമ്മ വരികയാണ്. ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ അധ്യാപകർ അരികിലുള്ളപ്പോൾ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്ത് വാല്യം, എന്ത് മൂല്യം. 3 കാര്യങ്ങളാണ് ഇതിൽ പ്രാധാന്യം. ജീവിച്ചിരിക്കുന്ന പറഞ്ഞാൽ ലൈവ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ജീവനുള്ള, ആർജവമുള്ള ജീവിച്ചിരിക്കുന്ന യഥാർത്ഥം എന്ന് പറയുന്നത് അറിവല്ല, അറിയലിലൂടെ വിദ്യ പകർന്നു തരുന്ന. 3ാമത്തതാണ് ഏറ്റവും പ്രാധാന്യം, അരികിലുള്ള, സ്നേഹത്തോടെ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന. ക്ലാസ് മുറികൾ വിട്ട് വീട്ടിലേക്ക് ചെന്നാലും നമ്മുടെ അരികെയുള്ള പ്രിയപ്പെട്ടവരാവണം അധ്യാപകർ. വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ ഗുരുജനങ്ങൾ സ്കൂള് വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ മാത്രമല്ല 32 വർഷങ്ങൾക്കപ്പുറവും നമ്മളെ അരികോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്നുള്ള ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ വേദി. വട്ടം കൂടി 92 എന്നൊരു കാര്യം, നമ്മൾ 92 ഇവിടുന്ന് SSLC പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇങ്ങനൊരു വേദി ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഇങ്ങനൊരു ഒത്തുചേരൽ നമുക്ക് വേണമെന്നൊന്നും നമുക്ക് അറിയില്ല. വർഷങ്ങൾ കടന്നുപോയി. ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ, എൻ്റെ മനസ്സിൽ വന്നതുപോലെ തന്നെ ഒരാഗ്രഹം വന്നിട്ടുണ്ടാവാം, നമുക്കൊന്ന് ഒത്തുകൂടണം. കാര്യം ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളും ഗ്രൂപ്പുകളും ഒക്കെ നമുക്കുണ്ട്. നമ്മൾ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ, നമ്മുടെ കോളേജ് ഗ്രൂപ്പുകളിൽ, അങ്ങനെ പലയിടത്തും ഉണ്ട്. പക്ഷേ നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ഒരു ഗ്രൂപ്പ് വേണം എന്നൊരു ആഗ്രഹം എൻ്റെ പോലെ തന്നെ നിങ്ങളുടെ എല്ലാം മനസ്സിന്റെ കോണിലുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും വലിയൊരു തടസ്സമായി നിന്നത് ഈ 1992 കാലങ്ങളിലൊന്നും സോഷ്യൽ മീഡിയ ഇത്ര സജീവമായിരുന്നില്ല, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇല്ലായിരുന്നു. അപ്പോൾ ആരുടെയും പരസ്പരം ബന്ധപ്പെടാനുള്ള നമ്പറുകൾ നമുക്ക് കിട്ടിയില്ല. ഈ അവസരത്തിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ എടുത്തു പറയുകയാണ്, മിസ്റ്റർ ഷെല്ലിയാണ് ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കമിട്ടത്. ആ ഗ്രൂപ്പിൽ 4ാമതോ 5ാമതോ ആളായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ശ്രീനിവാസാണ് എന്നെ ആ ഗ്രൂപ്പിൽ ചേർത്തത്. ഇന്ന് 210ഓളം സുഹൃത്തുക്കളെ നമുക്ക് ഈ ഗ്രൂപ്പിൽ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റി. അപ്പം ഷെല്ലി എടുത്ത ആ ഇനിഷ്യേറ്റീവ് സ്മരിക്കപ്പെടേണ്ടതാണ്. അതിനും ഒരു നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഈ മറക്കാനാവാത്ത ഈ ഒരു ദിനം നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ആയിരുന്ന ശ്രീ വില്യം ഹെൻറി സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഈ കാലഘട്ടത്തിലും നിങ്ങളുടെ അധ്യാപകരെ ബഹുമാനിക്കാൻ തോന്നിയ ഈ നല്ല മനസ്സിൻ്റെ നന്ദി ഓർക്കാൻ. ഈ യോഗത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് എൻ്റെ സഹപ്രവർത്തകർ, 92 ബാച്ചിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കൂടുതലൊന്നും പറയാനില്ല, ഒരു 2-3 മിനിറ്റ് എടുക്കൂ. ഒന്ന്, ഒരു വട്ടം കൂടി സെന്റലോഷ്യസിന്റെ തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തെത്തുവാൻ മോഹം. പിന്നെ നിങ്ങൾ കാണിച്ച ഈ ഐക്യം, സ്നേഹം, ABCDE ഇത്രയും ഡിവിഷനുണ്ട്. ഏക്കാർ ഞങ്ങൾ പ്രത്യേകമാണ്, ബി പ്രത്യേകമാണ്. അങ്ങനെ ഒരു റീയൂണിയൻ ഇവിടെ വന്ന് അങ്ങനെയാ നടക്കും.
ഒന്നിച്ചുള്ളത് ഇപ്പോഴാണ്. അത് നിങ്ങൾ ഈ ഭാരതത്തിന്റെ ഐക്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാത്മാവായ നമ്മുടെ ഗാന്ധിജി മുതൽ പറഞ്ഞിട്ടുണ്ട്, ഭാരതീയരെല്ലാം ഒന്നാണ്. അതിന് വേഷമോ ഭാഷയോ ഒന്നും അല്ല പ്രശ്നം. ഭാരതീയർ ഒന്നാണ്. അവരുടെ ആകൃതിയല്ല, അവരുടെ നിറവുമല്ല. അപ്പൊ ഇവിടെ ABCD ഉള്ള വേർതിരിവില്ലാതെ നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഞാൻ സംഘടിപ്പിച്ച് ഭയങ്കര നന്ദി. അത് നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. ആ വരികൾ ഇതാണ്, പദ്യത്തിലുള്ള വരികൾ. ഹിന്ദു ദേശ കെ നിവാസി സഭി ജനയേക് ഹേ, രംഗ് രൂപ് വേഷ ഭാഷ ചാഹേ അനേക് ഹേ. അവിടെ നിറവോ വ്യാകൃതിയോ ഭാഷയോ അല്ല പ്രശ്നം. ഇവിടെ എയോ ബിയോ സിയോ ഡിയോ അല്ല പ്രശ്നം. ഞങ്ങളെല്ലാം ഒന്നാണ്. അതിനെ വീണ്ടും വീണ്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിന് പല ഉദാഹരണമുണ്ട്. ഒരു ഉദാഹരണം കൂടെ പറയാം. ഗംഗ, പരിശുദ്ധമായ ജലമുള്ള ഗംഗാ നദി. പണ്ടൊക്കെ അതിൽ നിന്ന് ആ ജലം ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കുടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, എനിക്കത് ഞാൻ കണ്ടിട്ടുമില്ല. ഗംഗ, യമുന, ബ്രഹ്മപുത്ര, കൃഷ്ണ, കാവേരി, ഈ നദികളെല്ലാം വ്യത്യസ്തമായ നദികളാണ്. പക്ഷെ ഇത് ഒഴുകി ചെല്ലുന്നത് എവിടെയാണ്? സമുദ്രത്തിലാണ്, കടലിലാണ്. അവിടെ ചെന്നാൽ ഈ നദികളെല്ലാം പിന്നെ ഒന്നാണ്. ഞാൻ പരിശുദ്ധമാണെന്ന് പറയുന്ന നദി ഗംഗ മാറ്റി നിർത്തത്തില്ല, എല്ലാം ഒന്നാണ്. അതുപോലെ നിങ്ങളും എയും ബിയും സിയും ഡിയും എല്ലാം ഒന്നായി. സന്തോഷം. അതിന്റെ വരികൾ ഇതാണ്. ഗംഗ യമുന ബ്രഹ്മ കൃഷ്ണ കാവേരി ജാക്കെ മിൽ ഗയി സാഗറുമേം ഹുയി സബ് ഏക് ഹേ. വേറെയൊക്കെ ഉണ്ട്, ഇല്ല സമയമില്ലാത്തതുകൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല. അതാണ്. ഇനി മറ്റൊന്ന്, ഒരൊറ്റ കാര്യം കൂടെ. മനുഷ്യന് ഈ ലോകത്ത് ശാശ്വതമായിട്ടുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്താണത്? മനുഷ്യൻ ഈ ലോകത്ത് ശാശ്വതമായിട്ടുള്ള ഒരൊറ്റ കാര്യം ഇതാണ്. സാരമില്ല. ഈശ്വര ചിന്തകൾ ഒന്നേ മനുജനു ശാശ്വതമീ ഉലകിൽ. ഈ ലോകത്ത് ശാശ്വതമായിട്ട് നിൽക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതാണ് ഈശ്വര ചിന്ത. നിങ്ങളുടെ എല്ലാ ഹൃദയത്തിലും അതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുണ്ടാകണം. ആ ഹൃദയത്തില് ഈ ഈശ്വര ചിന്തയ്ക്ക് മാത്രമേ സ്ഥാനം കൊടുക്കാവൂ. മറ്റൊന്നിനും സ്ഥാനം കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഈ ഹൃദയത്തില് ഒരൊറ്റ ഇരിപ്പിടമേ ഉള്ളൂ. ആ ഇരിപ്പിടത്തിൽ ഒന്നുകിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കാം, അതല്ലെങ്കിൽ അഹങ്കാരത്തെ പ്രതിഷ്ഠിക്കാം. പണം കണ്ടോ സ്വത്ത് കണ്ടോ അന്നേരത്തുള്ള പുരോഗതി അഹങ്കരിക്കാൻ പാടില്ല. ആ ഇരിപ്പിടത്തിൽ നിങ്ങളെല്ലാം ഈശ്വരനെ ഇരുത്തണം. ഈശ്വരനുണ്ടോ അവിടെ അഹങ്കാരം വരുത്തില്ല. അഹങ്കാരത്തിൽ ഇരുത്തിയോ അവിടെ ഈശ്വരനില്ല. അപ്പൊ നമുക്ക് വേണ്ടത് ഈശ്വരനാണ്. അങ്ങനെ ഈശ്വരൻ ഉള്ളവരായിട്ട് നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ പുരോഗതിയിലേക്ക് പോവുക. ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ച നിങ്ങൾ എല്ലാവരെയും ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷമുണ്ട്. വളരെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മുമ്പിലിരുന്ന കുഞ്ഞു കുട്ടികളെ വളരെ പാകതയും പക്വതയും വന്ന ഒരു സ്റ്റേജിൽ കാണുവാനും അവരുടെ സ്നേഹാദരങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമാണ്. ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന ഈ ആദരം ഞങ്ങളിൽ ഉണ്ടാക്കുന്ന സന്തോഷം വളരെയധികമാണ്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ
നിങ്ങളുടെ എല്ലാ അച്ചീവ്മെന്റ്സും കഴിഞ്ഞ് ആ ഒരു റീയൂണിയൻ സമയത്ത് നിങ്ങളുടെ പഴയ ഗുരുക്കന്മാരെ വിളിച്ച് അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക, അവരെ ആദരിക്കുക, പഴയ മധുര സ്മരണകൾ അയവിറക്കുക ഒക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നിങ്ങളെ കാണുന്നത് പോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് സംവദിക്കുന്നതിനും കാണുന്നതിനും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനും ഈ അവസരം വലിയ ഒരു നേട്ടമാണ്, അല്ലെങ്കിൽ ഒരു വലിയ കാര്യമാണ്. ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് ഞങ്ങൾക്ക് തന്ന ആദരത്തിന് ഇവിടെ ഇരിക്കുന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളോടും ഞങ്ങൾക്കുള്ള കടപ്പാട്, ഞങ്ങളുടെ സ്നേഹവും പ്രകടിപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, 1973 മുതൽ ഞാനിവിടെ ഒരു അധ്യാപകനായിരുന്നു. അന്നൊക്കെയുള്ള 8ാം ക്ലാസ്സിലൊക്കെ 80, 75 കുട്ടികൾ ഈ ജനലിൻ്റെ പടിയിലൊക്കെ ആയിരുന്നു കുട്ടികൾ വന്നിരുന്നത്. അത്രമാത്രം കുട്ടികൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനിവിടെ വന്നത്. വളരെയേറെ കുട്ടികളെ പഠിപ്പിച്ചു. എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്കറിഞ്ഞൂടാ, എങ്കിലും ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരെയും പഠിപ്പിച്ചതായിട്ടാണ് എൻ്റെ മനസാക്ഷി പറയുന്നത്. പിന്നെ 98 ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു. 3 വർഷം ബിഷപ്പിൻ്റെ തന്നെ ഒരു ട്രെയിനിങ് സ്കൂൾ ഉണ്ടായിരുന്നു, അവിടെ ഹെഡ് മാഷായിട്ട് 2001 റിട്ടയർ ചെയ്തു. 1000 നന്ദി. നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളും ഈ സ്കൂളിലെ SSLCക്ക് 64-65 വർഷത്തിൽ ഇവിടെ നിന്നും പാസ് ഔട്ടായതാണ്. അതിനുശേഷം 76-ലാണ് ഈ സ്കൂളിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യുന്നത്. അന്ന് എൻ്റെ ഹെഡ് മാസ്റ്ററും എൻ്റെ ഗുരുനാഥനുമായ ബാസ്റ്റിൻ വില്യം സാറായിരുന്നു. അതിനുശേഷം R.R. സാറിൻ്റെ കൂടെ, മോറിസ് ഗോപ സാറിൻ്റെ കൂടെയും, റഫേൽ സാറിൻ്റെ കൂടെയും, ബഹുമാനപ്പെട്ട വില്യം സാറിൻ്റെ കൂടെയും അധ്യാപകനായിട്ട് ജോലി ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. 99 ഇവിടെ നിന്നും കാഞ്ഞിരക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് പോകുന്നു. 2001 ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തിരും. 2004 റിട്ടയർ ചെയ്തു. ഏതാണ്ട് 20 വർഷം തികയാൻ പോവുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളെയൊക്കെ കാണുന്നതിനുള്ള ഒരു സാഹചര്യവും, അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥന്മാരെയും സഹപ്രവർത്തകരെയൊക്കെ ഒരുമിച്ച് കാണുന്നതിനും സംസാരിക്കുന്നതിനുമൊക്കെ ഉള്ള ഒരവസരം നൽകിയ ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളെ എല്ലാവരെയും, നിങ്ങളുടെ കുടുംബത്തിലെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, സെയിന്റ് അലോഷ്യസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പൈതൃകം നമ്മുടെ സ്കൂളിലുണ്ട്. വാസ്തവ സ്കൂളിൽ സാറ് പറഞ്ഞ പോലെ ഞങ്ങളും ഇവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു എന്നെ പോലുള്ളവര്. ഇപ്പൊ ഞങ്ങൾക്ക് ഗുരുനാഥന്മാരെ കാണുവാനും സഹപ്രവർത്തകരെ കാണുന്നതിനും നിങ്ങളെയൊക്കെ കാണുന്നതിന് അവസരം നൽകിയ ഒരു നല്ല നിമിഷങ്ങളാണ്. പലപ്പോഴും സ്കൂളുകളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം, അധ്യാപകരെ ആദരിക്കൽ, അതിനുള്ള മുന്നോടിയായിട്ടുള്ള പ്രവർത്തനം ഒരുപക്ഷെ ആശയം നൽകിയതും പ്രധാനമായിട്ട് നമ്മുടെ സ്കൂൾ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ നിന്നും ആ ആശയം പല സ്കൂളുകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്ത പല അധ്യാപകരും പിന്നെ പ്രഥമ അധ്യാപകരായിട്ട് മറ്റ് സ്കൂളുകളിലെ സേവനമനുഷ്ഠിച്ചു. ഈ സ്കൂളിൻ്റെതായിട്ടുള്ള പൈതൃകം നിലനിർത്തിക്കൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ 83 അധ്യാപകനായിട്ട് പ്രവേശിച്ചു. 2000 പ്രൊമോഷനായി. അങ്ങനെ 14 കൊല്ലം ഞാൻ ഹെഡ് മാസ്റ്ററായിട്ട് വിവിധ സ്കൂളുകളിൽ വർക്ക് ചെയ്തു. 2014 റിട്ടയർ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഈ വിദ്യാർത്ഥികളെ ഉദ്യോഗസ്ഥന്മാരായിട്ടും സുഹൃത്തുക്കളായിട്ടും സഹായികളായിട്ടും ഒക്കെ കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മുടെ സ്കൂളിന്റെ ആ പാരമ്പര്യം, പൈതൃകം, ആ ഗുരു ശ്രേഷ്ഠന്മാരെ ബഹുമാനിക്കുക എന്നുള്ള ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പലപ്പോഴും അവരുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരിൽ നിന്നും ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത്, ഒരു വിദ്യാർത്ഥി പറഞ്ഞതാണ്, നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുക, അതിൽ തന്മയത്വം ഞങ്ങൾക്കുണ്ടാകണം. അത് ഞങ്ങൾ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം അത് ഒരുപക്ഷെ നിങ്ങൾ കിട്ടിയത് നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരിൽ നിന്നാണ്. കാരണം നിങ്ങളിപ്പോൾ ശിക്ഷ ലഭിച്ചതെല്ലാം വളരെയധികം സന്തോഷപൂർവ്വം സ്വീകരിച്ചതായിട്ടാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഒരുപക്ഷെ അന്ന് നിങ്ങൾക്ക് ചില വിഷമതകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും, പക്ഷെ അതല്ല, നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കരുതിയിരിക്കണം. കരുതിയത് കൊണ്ടാണ് 31 കൊല്ലം കഴിഞ്ഞും ഞങ്ങളെ ഓർക്കുകയും ഇവിടെ ആദരിക്കുകയും ചെയ്യാനായിട്ട് നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ സോളി പല പ്രാവശ്യം ട്രഷറിയിൽ കാണുക, അതുപോലെ ഇതിനു മുമ്പ് പോസ്റ്റൽ ബാങ്കിൽ ടോണി, ഇവരെല്ലാം നമുക്ക് ഒരു ചെല്ലുമ്പോൾ തന്നെ ആ ഒരു സ്നേഹം, ആ ആത്മാർത്ഥമായ ബഹുമാനം അവർ കാണിക്കുകയും നല്ല രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് സേവനങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ദൈവത്തോടാണ് നന്ദി പറയേണ്ടത്. വാസ്തവത്തിൽ ഒരു 14 കൊല്ലം ഹെഡ് മാസ്റ്റർ ആയിരുന്നുവെങ്കിലും ഈ ഒരു ബന്ധം, അതായത് സെയിന്റ് അലോഷ്യസിൽ കാണുന്ന ഗുരു, അതായത് വിദ്യാർത്ഥി ഗുരു ബന്ധം മറ്റെവിടെയും എത്ര ആത്മാർത്ഥത്തോടുകൂടി ആഴത്തിലും പരപ്പിലും വിസ്തൃതിയിലും കാണുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അക്ഷര നക്ഷത്രം കൊത്ത ജപമാലയും കൈയിലേന്തി അഗ്നിയിൽ കുടം ചെയ്തെടുത്ത മനസാം ശംഖുമോദി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ
ഇത്തിരി സ്നേഹാമൃതം. എത്ര നേരം എന്ന് പറയാനും ഞാൻ തയ്യാറാണ്. പക്ഷെ നമുക്കൊരു ഔചിത്യബോധം ഉണ്ടാവണം. കാരണം ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ കിടക്കുന്നു. എല്ലാത്തിനും ഹൃദയം നിറഞ്ഞ, ഇവിടെ അധ്യാപകർ പറഞ്ഞില്ലേ, നിങ്ങൾ സന്തോഷിക്കുന്നതിനേക്കാൾ ഏറെ ഞങ്ങൾ സന്തോഷിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അപൂർവമായി മാത്രം കിട്ടുന്നതാണ്. അത് നിറഞ്ഞ സ്നേഹത്തോടു കൂടിയുള്ളതാണ്. അല്ലാതെ കൃത്രിമമായി ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്നതല്ല. ഹൃദയം നിറഞ്ഞ സ്നേഹമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്. നന്ദി, നന്ദി, നന്ദി. ഇനിയും കാര്യങ്ങൾ നടക്കേണ്ടതുള്ളത് കൊണ്ടൊക്കെ അത് വളരെ ചുരുക്കുകയാണ്. ഞാൻ 1984 ആദ്യമായിട്ട് സർവീസിൽ കയറുന്നത്. അതിവിടെയാണ് തുടങ്ങുന്നത്. എൻ്റെ വീട്ടിൽ വരണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. കാരണം അത്രയും ദൂരം അവർ വരിക എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടാണ്. അന്നും ഇന്നും ഏതാണ്ട് 34 കിലോമീറ്റർ ദൂരത്തിലാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ യാത്ര എന്ന ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എനിക്ക് ബുള്ളറ്റിൽ അന്ന് വരേണ്ടി വന്നത്. പലരും അറിയപ്പെടുന്നതും അങ്ങനെയാണ്. ഇപ്പോഴും വാഹനം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോ ആ വാഹനത്തിൽ തന്നെ വരണമെന്നൊക്കെ അന്ന് വന്ന ആളുകൾ പറഞ്ഞു. അപ്പോ പലർക്കും നിങ്ങള് പഴയ കാര്യങ്ങൾ പലതും ഓർക്കാൻ, അത് പങ്കുവയ്ക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ടായിരിക്കും ഇന്ന് നിങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയത്. എന്തായാലും ശരി തന്നെ, വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി വെക്കാനും നിങ്ങള് പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നവര് ഒരുമിച്ച് കൂടി പഴയ ആ ബാല്യകാലത്തിന്റെ ഓർമ്മകൾ പുതുക്കാനും ഒക്കെ എല്ലാവരും കൂടി ശ്രമിക്കുകയും അതിലെ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്യും. പണ്ടത്തെ വിദ്യാർത്ഥികളായിരുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ ഇപ്പോ അധ്യാപകരോട് ഒരു ആത്മബന്ധമുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് അത് അന്യം നിന്ന് പോവുകയാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ അന്ന് ചൂരൽ പ്രയോഗമൊക്കെ നടത്തുന്ന കൂട്ടത്തിലായി. പക്ഷെ ഇന്ന് ഞാൻ സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും സെൻട്രൽ ജയിലിലൊക്കെ പോയി കിടക്കാൻ പറ്റുമല്ലോ. ഞാൻ പലപ്പോഴും പല അവസരത്തിൽ ഞാൻ ഓർക്കാറുണ്ട്. പല അവസരത്തിലും ഇന്ന് നിസ്സാര കാര്യത്തിനൊക്കെ കേസും വഴക്കുമൊക്കെ. അന്നാണെങ്കിൽ തല്ലി അവര് വീട്ടിൽ ചെന്ന് പറയത്തില്ല, വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അവിടുന്ന് വീണ്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്തോട്ട് മിണ്ടത്തില്ല, കിട്ടിയത് വാങ്ങിച്ചോണ്ട് പോകും. അതായിരുന്നു അന്നത്തെ രീതി. പിന്നെ ഈ സ്കൂളിൽ നിന്ന് 2005 എനിക്ക് പ്രൊമോഷനായിട്ട് പോകേണ്ടി വന്നു. അതും പടപ്പക്കര സ്കൂളിൽ പോയി, പിന്നെ നീണ്ടകര വന്നു, കോയിള വന്നു. പക്ഷെ അവിടെ ഒന്നും നേരത്തെ അരുൺ സാർ പറഞ്ഞ പോലെ ഞങ്ങളുടെ സർവീസ് കാലഘട്ടത്തില് ഇവിടുത്തെ ഒരു ആത്മബന്ധം മറ്റൊരിടത്തും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ വെട്ടി പറയുന്നൊന്നുമല്ല. ഇപ്പോഴും പല സ്ഥലത്ത് വെച്ചും പഴയ കുട്ടികള് ആയ മുതിർന്നവര് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അന്നത്തെ കുട്ടികളല്ലല്ലോ. അപ്പൊ അവര് പലയിടത്ത് വെച്ച് ഞങ്ങൾ കാണും. പക്ഷെ ഞങ്ങൾ ഒരുപക്ഷെ മറന്നു പോയാലും അവരെ ഓടി വരും. ഞങ്ങളെ ഈ തരുണത്തിലും നിങ്ങൾ സ്മരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ സന്തോഷപ്രദമാണ്. ഇനിയും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ വളരെ നല്ല പുറകളിലേക്ക് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും
ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടും നന്ദി. ജീവിതത്തിൽ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്, ഒറ്റപ്പെടൽ അനുഭവിക്കുക എന്ന് പറയും. ഒറ്റയ്ക്കായിരിക്കുക, അതാണ് ഒറ്റപ്പെടൽ. ഇന്ന് ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ, ഞങ്ങളൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ ഒറ്റപ്പെടൽ 5 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. അതിപ്പോ ഞാൻ ശരിയല്ല, സമയമില്ല. ആ ഒറ്റപ്പെടലിൽ നിന്നും ഒരു 2 മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ ആ ഒറ്റപ്പെടലിന് അവധി കൊടുക്കാൻ ഈ കൂടിച്ചേരൽ സഹായിച്ചു. വളരെ സന്തോഷം. അത് ഒരു വികാരം നിറഞ്ഞ ഒരു അനുഭവമാണ്. നമ്മളെ ചേർത്ത് നിർത്താൻ കുറച്ച് കൈകളുണ്ട് എന്ന് പറയുന്നു. ആ കൈകൾ 92 ബാച്ചിന്റെ കുട്ടികളാണെന്ന് അറിയുന്നതിൽ ബഹലൻ സാർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സിലെ ഡിവിഷൻസും ഉണ്ട്. അതും ഒരു നല്ല അനുഭവമാണ്. ആ ഒറ്റപ്പെടലിൽ നിന്നും അല്പനേരത്തേക്കെങ്കിലും നിങ്ങളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അതിന് നന്ദി പറയുന്നു. ഇനിയും നിങ്ങൾ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ട് തന്നെ പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ വരെ ഇതിനകത്തുണ്ട്. സഫർണോ സാറും ബാബുജൻ സാറും എൻ്റെ ഗുരുനാഥന്മാരാണ്. പലപ്പോഴും ഞാൻ അവരുടെ വീടുകളിൽ പോയി സന്ദർശിക്കാറുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ബാക്കിയെല്ലാം എൻ്റെ സഹപ്രവർത്തകരായിരുന്നു. നിങ്ങളെപ്പോലെ 1977 ബാച്ചാണ് ഞാൻ. പഠിച്ച വിദ്യാലയത്തിൽ തന്നെ അധ്യാപകനാകുക എന്നുള്ളത് ഭാഗ്യമാണ്. അവിടെ പ്രഥമ അധ്യാപകനാകുക എന്നുള്ളത് മഹാഭാഗ്യവും. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ആഷിക്ക് സകുടുംബം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഇടയ്ക്ക് കാണാറുണ്ട്. പല കുട്ടികളും വരാറുണ്ട്. സോളി എൻ്റെ അയലത്താണ്. അങ്ങനെ എന്നാലും ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്നെക്കാൾ ഉയരത്തിൽ നിങ്ങളെത്തണം. അന്നും ഇന്നും ആ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അത് സാക്ഷാത്കരിക്കപ്പെട്ടു. എന്നെക്കാൾ വളരെയേറെ ഉയരത്തിൽ നിങ്ങളെല്ലാവരും എത്തിക്കഴിഞ്ഞു. അത് സാമ്പത്തികമായും സാമൂഹികമായും ജോലിയിലായാലും ഏത് തരത്തിലായാലും അത് ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൂട്ടായ്മ ഇവിടെ വെച്ച് നിർത്തിക്കളയരുത്. ഇനി അധ്യാപകരെ വിളിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ കൂടണം. അത് വർഷത്തിലോ 6 മാസത്തിലെങ്കിലും ഒരിക്കൽ കൂടണം. സെൻട്രൽ വിഷയസ് റിട്ടയർഡ് ടീച്ചേഴ്സ് സംഗമം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട്, വാട്സപ്പ് കൂട്ടായ്മ. അതിൽ എല്ലാം പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. സാധാരണ എൻ്റെ സെക്രട്ടറി കൂടെ ഞാനാണ്. പ്രസിഡന്റ് ജോൺ ഡമസിൻ സാറാണ്. പിന്നെ ഫിലിപ്പോസ് സാറാണ് അതിൻ്റെ ട്രഷറർ. അതുകൊണ്ട് ഈ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ആരെങ്കിലും വഴി എനിക്കൊന്ന് അയച്ചു തരണമെന്നൊരു അഭ്യർത്ഥന കൂടെ ഉണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ആയുരാരോഗ്യവും സുഖവും സന്തോഷവും സമാധാനവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സാർ ഇങ്ങനെ പട്ടാളത്തിൽ ജോലി കിട്ടി ഞാൻ പോവുകയാണ്. നല്ല കാര്യം മോനെ, എന്നെ അനുഗ്രഹിച്ചു. അതിന് പറഞ്ഞ് നമ്മുടെ ഈ സ്കൂളിന്റെ ബാക്കിൽ ഒരു കെട്ടിടം പണി വരുന്നുണ്ട്. അതിന്റെ പണികൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നീ അതിനെന്തെങ്കിലും ഒരു ഇത് സംഭാവനയായിട്ട് ചെയ്യണമെന്ന് സാറ് പറഞ്ഞു. ഞാൻ വളരെ സ്നേഹത്തോടെ തന്നെ ഒരു ചെറിയ സംഭാവന അത് കൊടുത്തിരുന്നു. ആ ഹെഡ് മാസ്റ്റർ മറ്റാരുമല്ല, നമ്മുടെ വില്യം ഹെൻറി സാറായിരുന്നു. അതിനുശേഷം ഈ നമ്മുടെ 92 ബാച്ചിന്റെ സംരംഭമായി ഞങ്ങൾ ഇപ്പോഴത്തെ സ്കൂൾ ഹെഡ് മാസ്റ്ററെ സമീപിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് ഈ പ്രോഗ്രാം നടത്തുന്നതിനുള്ള അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ആറേഴ് വന്ന ഞാനും സന്തോഷവും ഷെല്ലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സാറ് ഇത്രയും നല്ല സഹകരണം, കാര്യം നമ്മള് ഇവിടെ ഇതിന് അനുവാദം തരുമോ, ഈ ഓഡിറ്റോറിയം വെച്ച് നടത്താൻ സമ്മതിക്കുമോ എന്നുള്ള ഒരു ആകാശത്തിലൂടെ വന്നത്. പക്ഷെ സാറ് വളരെ സ്നേഹപരമായിട്ട് ഞങ്ങളെ സ്വീകരിച്ചു, ഇരുത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എങ്ങനെയൊക്കെ ഈ പരിപാടി നടത്താമെന്നുള്ള ഉപദേശങ്ങൾ ഞങ്ങൾക്ക് തന്നു. അതിനോടൊപ്പം തന്നെ ഈ സ്കൂളിലേക്ക് നിങ്ങൾ സ്നേഹോപകാരമായിട്ട് ഇവിടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുന്ന വേദിയാണ്. അപ്പം നിങ്ങൾ ഈ ചെടിച്ചട്ടി തന്നു കഴിഞ്ഞാൽ അത് വളരെ ഒരു മനോഹരമായിരിക്കും, സ്കൂളിനെ ഇനിയും വളരെ മനോഹരമാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സാധാരണ ചെടിച്ചട്ടി മൺചട്ടി, ചെറിയ ചട്ടി, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്.
സാറ് ഞങ്ങളെ വീണ്ടും അഡ്വൈസ് ചെയ്തു നമുക്ക് ഈ തൂണിന്റെ അടുത്ത് വെക്കാം, എവിടെ ഇത് ലേഔട്ട് ചെയ്യണം എന്നുള്ള സ്ഥാനം വരെ അദ്ദേഹം ഞങ്ങളെ കാണിച്ചു തന്നു. ഞങ്ങൾ വളരെ ആകാംക്ഷപൂർവ്വം സാറിന്റെ ഉപദേശങ്ങൾ കേൾക്കുമായിരുന്നു. കാര്യം ഒരു ഹെഡ് മാസ്റ്റർ ഈ സ്കൂളിനെ എങ്ങനെ എന്താണ് പറയാ ഉയർച്ചകളിലേക്ക് എത്തിക്കാം എന്നൊരു ഉദാഹരണമായിട്ടാണ് ഞങ്ങൾക്ക് സാറിനോട് തോന്നിയത്. സാർ ആവശ്യപ്പെട്ടതിനും അതിനും അധികം ചെടിച്ചട്ടികൾ ഈ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാം സഹകരണത്തോടെ നമുക്ക് കൊടുക്കാൻ പറ്റി. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പം ഈ ചടങ്ങിന് ആശംസാ പ്രസംഗം പറയുന്നതിനായി ശ്രീ സുജിത് AT സാറിനെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ടു. ഏതാണ്ട് ഒരു ചെറിയ പ്രായത്തിൽ അധ്യാപകനായി തുടങ്ങിയതാണ്. 1992 അധ്യാപകനായി. ഈ ഇരിക്കുന്നതിൽ എല്ലാവരും എന്റെയും ഗുരുശ്രേഷ്ഠരാണ്. അതിലൊരാളോടൊപ്പമാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഡൊമസിൻ സാറൊക്കെ ഞങ്ങൾ ആരാധിക്കുന്ന ഗുരുശ്രേഷ്ഠരാണ്. വില്യം സാർ ഇവിടെ HM ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ക്രിസ്തുരാജ് സ്കൂളിലെ സാറാണ്. 4ാം ക്ലാസ്സിലെ വിദ്യാലയവും 10ാം ക്ലാസ് 2 വ്യത്യസ്ത വിദ്യാലയങ്ങളാണ്. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെറിയ സഹായമെങ്കിലും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഈ ഒരു ബാച്ച് വന്നപ്പോൾ ഞാൻ 2 വർഷമായി ഇവിടെ വന്നിട്ട് ഈ ഒരു ബാച്ച് വന്നു. അവര് വളരെ നന്നായാണ് സമീപിക്കുന്നത്. ആ സമീപനത്തിന് ഒരല്പമെങ്കിലും തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നു. നിങ്ങളെ എല്ലാവരെയും ജനുവരി 4 മുതൽ 8 വരെ ഇവിടെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലേക്ക് ക്ഷണിക്കുക കൂടി ഞാൻ ചെയ്യുന്നു. ഒപ്പം ഇത്തരം ഒരു സംരംഭം നിർത്തരുത്. സ്കൂളിന് നൽകുന്നതല്ല, നിങ്ങൾ തമ്മിലുള്ള ഈ വ്യക്തിബന്ധം ഇത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് മാത്രമായിരിക്കും കാരണം 92 സാറായ അന്ന് ഞങ്ങൾക്കുണ്ടായ ഒരു കൂട്ടായ്മ അത് ഞങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി അന്ന് ക്രിസ്തുരാജ് സ്കൂളിൽ ഉണ്ടായിരുന്ന അധ്യാപകരെ ഞങ്ങൾ കാണാൻ പോകാറുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയും പോയി. അന്ന് ഇവിടുത്തെ ഒരു അധ്യാപകനായ ശ്രീ യോന്നാ സാറിന്റെ വീട്ടിലും പോയിരുന്നു. സാർ ആദ്യം പറയുന്നത് സെയിന്റ് അലോഷ്യസ് സ്കൂളിനെ കുറിച്ചാണ്. ഞാൻ ഈ വിദ്യാലയത്തിലെ അധ്യാപകനായി ഇരുന്നിട്ടില്ല, ഹെഡ് മാസ്റ്ററായിട്ട് മാത്രമാണ് വന്നത്. ഇവരെയൊക്കെ പോലെയുള്ള പ്രഗത്ഭരുടെ ബാബു ജോസഫ് സാറിനെ വിട്ടുപോയി. സാറും എൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. സാറിനോട് ഞാൻ CF-ൽ ഒന്നിച്ചുണ്ടായിരുന്നു. ഇവരുടെ ഒന്നും അടുത്തു നിൽക്കാൻ യോഗ്യനല്ല എന്ന് തന്നെ ഞാൻ പറയാം. പക്ഷേ ഞാൻ എവിടെയായിരിക്കുന്നോ ആ സ്കൂളിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് കടന്നു പോകാം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാം നിങ്ങൾ കാട്ടിയ ഈ വലിയ സഹകരണത്തിന് ഒരുപക്ഷെ ഇവിടെ നിന്ന് എന്തെങ്കിലും പരിമിതികളൊക്കെ ഉണ്ടായിരിക്കാം. അത് സദയം ക്ഷമിക്കുക. നിങ്ങളുടെ ഈ കൂട്ടായ്മ നിലനിർത്തുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാ വിധത്തിലുള്ള നന്മകളും ആശംസിച്ചുകൊണ്ട്, ഇങ്ങനെയൊരു വേദിയിലൊന്നും ഒരിക്കൽ പോലും എനിക്ക് നിൽക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച ആളല്ല ഞാൻ. എന്നാൽ പോലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹത്തോടെ എല്ലാവിധ ജീവിത ഉയർച്ചകളും നേർന്നുകൊണ്ട് ഞാനും നിർത്തുന്നു. ഒരു ക്ലാസ്സിൽ 45-50 വിദ്യാർത്ഥികളുള്ളപ്പോൾ തൊട്ടടുത്തിരുന്ന 2 സുഹൃത്തുക്കളെ മാത്രമാണ് എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞത്. ഒന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ബൈജു, 2 സന്തോഷ് കുമാർ. ഇന്ന് എൻ്റെ ഒപ്പമില്ല. പക്ഷെ എല്ലാവരെയും സുഹൃത്തുക്കളാക്കാൻ ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നു. ഇന്ന് A ഡിവിഷൻ മുതൽ F ഡിവിഷൻ വരെ 230 പരം മെമ്പേഴ്സ് ഉള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കൃതജ്ഞത പറയാൻ ഈ സമ്പന്നമായ വേദിയിൽ എന്നെ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്വീകരിക്കുമ്പോൾ പതിവിലും വ്യത്യാസമായി വേദിയിലിരിക്കുന്ന അധ്യാപകർക്കും അപ്പുറം മര്യാദകേടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നിരുന്നാലും എന്നെ അനുവദിച്ച നിങ്ങളുടെ സന്മനസ്സിന് എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ അളിയന്മാർക്ക് ആദ്യം എൻ്റെ കൃതജ്ഞത. രണ്ടാമത് ഒന്നുകൂടി ഞാനത് വിശ്വസിപ്പിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കൃതജ്ഞത എൻ്റെ പഠന സമയത്തുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ്. അത് നിങ്ങളിൽ എല്ലാവരുടെയും ഓരോ അധ്യാപകരെ സ്വാധീനിച്ച ഓരോ അനുഭവങ്ങളുണ്ടാകും. ചുരുക്കത്തിൽ ഇന്ന് ഈ വേദിയിലിരിക്കുന്ന 70ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ ഹൃദയത്തിന്റെ രൂപമാണ് ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ അധ്യാപക സമ്പന്നത. എൻ്റെ പഠന സമയത്ത്
ഒരു രീതിയിലും സ്വാധീനം ചെലുത്താൻ കഴിയാതിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എന്നാണ് 8ാം ക്ലാസ് വരെ ഞാൻ മനസ്സിലാക്കിയത്. ഒരു രീതിയിലും എനിക്ക് അത് പ്രകടമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. വിദ്യാഭ്യാസപരമായോ അല്ലെങ്കിൽ കലാപരമായോ കായികപരമായോ എന്റെ ആദ്യം പറഞ്ഞ ആ സങ്കുചിതമായ ചിന്താഗതികളാണ് എന്റെ കാരണം. 8ാം ക്ലാസ്സിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മലയാളത്തിന് 27 മാർക്ക് കിട്ടുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്ന് പത്രികയേക്കാൻ, ഞാൻ അല്പം സെൻസിറ്റീവ് ആണ്. 27 മാർക്ക് കിട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ, ഇവരിൽ ഒരാൾ ഫിലിപ്പോസ് സാർ, എന്നോട് ചോദിച്ചു, സുബിരാജ് എന്താണ് മലയാളത്തിൽ 27 മാർക്കായി പോയത്? സാർ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അത് ഞാൻ ഞെട്ടലോടെയാണ് കേട്ടത്. കാരണം ഒരു രീതിയിലും സ്വാധീനം ചെലുത്താൻ കഴിയാതിരുന്ന എന്റെ എന്താണ് ആ സാറിൽ സ്വാധീനം ചെലുത്തിയത്? ആ ചോദ്യം എനിക്ക് വലിയൊരു ആവേശമായിരുന്നു. സാറിനോട് കടപ്പാട് എനിക്ക് തോന്നി. മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടും. 9ലും 10ലും ഞാൻ മലയാളം മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു. ബാക്കി വിഷയങ്ങൾ ഞാൻ സാധാരണഗതിയിൽ ആവറേജിലും ബിലോ ആവറേജായി. മലയാളത്തിന് എന്നെ അവസരത്തിൽ ഇപ്പോൾ സമക്ഷത്തില്ലാത്ത കൃഷ്ണോർ സാറിന്റെ കൂടെ ഞാൻ ഓർക്കുന്നു. എൻ്റെ അയൽവാസിയും പിതൃതുല്യനായ കൃഷ്ണോർ സാർ ശനിയാഴ്ച ദിവസങ്ങളിൽ എന്നെ ക്ലാസ്സിലിരുത്തി സാറിന്റെ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു. അന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ സൗഹൃദങ്ങൾ കിട്ടാതിരുന്ന എനിക്ക് അന്ന് സമ്പത്ത് കൊണ്ട് സൗഹൃദങ്ങളെ 2ആയി തരംതിരിച്ച ആ കാലഘട്ടത്ത് സമ്പന്നന്മാർക്ക് ക്ലാസ് കൊടുത്തിരുന്ന ആ സമയത്ത് അവരോടൊപ്പം എന്നെ ഇരുത്തി പഠിപ്പിച്ച് മലയാളം അവര് പിരിച്ചുവിട്ടതിന് ശേഷവും എന്നെ പ്രത്യേകം ക്ലാസ് നിന്ന് പഠിപ്പിച്ച് മലയാളത്തിന് നല്ലൊരു മാർക്ക് വരാൻ എനിക്ക് സാറ് സഹായിച്ചു. പക്ഷെ അതിന്റെ കടപ്പാട് ഞാൻ ആദ്യം അർപ്പിക്കുന്നത്, നന്ദിയായി സമർപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ഫിലിപ്പോസ് സാറിനോടാണ് എന്റെ നന്ദി. ഇതുപോലെ നമ്മൾ എല്ലാവർക്കും സ്വാധീനം ചെലുത്തിയ 12 അധ്യാപകരാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഓരോ അനുഭവങ്ങൾ അധ്യാപകർ മനസ്സിലാക്കുമെന്ന് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് ആദ്യത്തെ നന്ദി ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ അളിയന്മാർക്ക് തന്നത്. ഈ 75 വരെ പ്രതിനിധീകരിച്ച് ഞാൻ നന്ദി പറയുമ്പോൾ അവരിലുള്ള നന്ദിയായി ഞാനിത് അധ്യാപകർക്ക് അർപ്പിക്കുന്നു. രണ്ടാമത് ഫോർമാലിറ്റി എന്ന് പറഞ്ഞതുപോലെ രണ്ടാമത് നന്ദി പറയാനുള്ളത് സുജിത് സാറിനോടാണ്. അത് ഓൾമോസ്റ്റ് സന്തോഷം പറഞ്ഞു കഴിഞ്ഞു. ആദ്യം ഈ വേദി നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു വന്നപ്പോൾ സാറ് എഴുന്നേറ്റ് നിന്നാണ് എന്നെ സ്വീകരിച്ചത്. പിന്നീട് ഈ സ്കൂൾ ഭരിക്കുന്നത് നിങ്ങളാണ് എന്ന രീതിയിലാണ് ഇന്ന് ഈ നിമിഷം വരെയുള്ള സാറിന്റെ പെരുമാറ്റവും ഞങ്ങളോടുള്ള സഹകരണവും. മനോജ് പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. സാറിനോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടെയില്ല, ഇപ്പം സമക്ഷത്തിലില്ല, പക്ഷെ നമ്മളെക്കാൾ ഉപരി നിശബ്ദനായി ഉറക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തുണ്ട് നമുക്ക് വേണ്ടി. ഇത്രയും സൗന്ദര്യം കൊണ്ടെന്ന് തെളിയിച്ച നമ്മുടെ 92 ബാച്ചിന്റെ സൗഹൃദ കൂട്ടായ്മയുടെ അടിത്തറ ഇട്ട ഷെല്ലി ബെഞ്ചമിൻ. എന്ത് ഔചിത്യക്കുറവുണ്ടെങ്കിലും എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എനിക്ക് ഈ പറഞ്ഞ സുഹൃത്തുക്കൾ ഇത്രയും പേരെ കിട്ടിയതിനു പിന്നിൽ ഷെല്ലി എടുത്ത ആ ശ്രമമാണ്. പിന്നെ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടെ നിന്നതിന്, ഒപ്പം നിന്നതിന്, ഇപ്പോഴും എന്നെ അംഗീകരിക്കുന്നതിന്. പിന്നീട് ഞാൻ നീട്ടുന്നില്ല, എനിക്ക് വേദി ശീലമില്ല. ഇപ്പൊ വേദി പരിഹരിച്ച് എനിക്ക് ശീലമില്ല. അതിൻ്റെ ഒരു ഭംഗിക്കുറവ് ഇതിനകത്തുണ്ടാവും. സ്വയം ക്ഷമിക്കണം. അനിൽ നമുക്കെല്ലാം പരിചയമാണ്. വാട്സപ്പിൽ അനിലെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ വാട്സപ്പിലൂടെയാണ് അനിലെ ഞാൻ നന്നായി അറിയുന്നത്. നമുക്ക് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോൾ, നിലവിലെ പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോൾ സാമ്പത്തികം നമുക്കൊരു പ്രധാന ഘടകമായിരുന്നു. സുഹൃത്തുക്കളിൽ വിശ്വാസമുണ്ടെങ്കിലും നമ്മൾ ഗ്രാൻഡായി പരിപാടി നടത്താൻ തീരുമാനിച്ചതുകൊണ്ട് ഭാരിച്ചൊരു തുക നമുക്ക് വേണ്ടിയിരുന്നു. ചില സമയങ്ങളിൽ നിങ്ങളുടെ POC എന്ന പ്രോഗ്രാം ഓർഗനൈസിംഗ് കമ്മിറ്റി 12-13 പേരടങ്ങുന്ന ആ കമ്മിറ്റിയിൽ സാമ്പത്തികത്തിന്റെ ഒത്തുചേരൽ നമുക്ക് വരാതെ വരുമ്പോൾ ഒരു വിഷമം പോലെ പ്രകടിപ്പിക്കും. അപ്പം ഷെല്ലിയും അനിലും അവിടെ നിന്ന് പറയും, രക്ഷാധികാരികളായി ഞങ്ങളില്ലേ, പിന്നെന്തിനാണ് പേടിക്കുന്നത്? സമ്പത്ത് കൊണ്ട് നിന്ന പിന്തുണയല്ല, അവരെ മനസ്സിന്റെ ഉറപ്പാണ്. നമ്മൾ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ സമക്ഷത്ത് എത്താൻ പറ്റില്ലെങ്കിൽ പോലും നമ്മുടെ സന്തോഷം അവർ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. ഈ നിമിഷത്തിൽ അനിലിനെയും അതുപോലെ സാമ്പത്തികമായി നമ്മുടെ കുറവുകൾ നികത്താൻ കൂടെ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒന്ന് സുനിൽ കെ, ഷെല്ലി, റിജി ബോയ്, ജോസഫ് ഫിലിപ്പ്, ബ്രൂണോ നെൽസൺ, ജയരാജ്. പിന്നെ രണ്ടാമത് പ്രിൻസ് ജ്വല്ലറി കൂടെ വന്നു. ഞാൻ എഴുതി വെച്ചത്
ഈ 5 പേജ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്, നമ്മുടെ എല്ലാവരും ഹൃദയത്തിൽ നിന്നാണ്. അത് അധ്യാപകർക്കായി നന്ദിയായി ഞാൻ ഒന്നുകൂടി അർപ്പിക്കുന്നു. പ്രിൻസ് ജുവലറി നമുക്ക് തന്നിരിക്കുന്നത് വൃക്ഷത്തൈകൾ നടുന്നത് ട്രീ ഗാർഡ് നമുക്ക് സ്പോൺസർ ചെയ്തിരുന്നു. അത് പ്രിൻസ് ജുവലറിയാണ് നമുക്ക് സ്പോൺസർ ചെയ്തത്. ഇത് നന്ദി പറച്ചിൽ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങളുടെ ഹൃദയം ഞാനിവിടെ അർപ്പിക്കുന്ന ഒരു വിശ്വാസം ആണല്ല. ഞാൻ ഇതെല്ലാം എൻ്റെ ഹൃദയത്തിലാണ്. എനിക്ക് ഈ അവസരം ഈ അർത്ഥം നിറഞ്ഞ ഈ വേദിയിൽ എനിക്കൊരു സാന്നിധ്യമാകാൻ കഴിഞ്ഞതിന്, എന്നെ അംഗീകരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളെ മുഷിപ്പിച്ചതിന് സോറി പറഞ്ഞുകൊണ്ട് നന്ദി. നമസ്കാരം.